കുഴപ്പമില്ലെന്ന് അയ്യപ്പൻ കാണുന്നതുകൊണ്ടായിരിക്കില്ല. അത് അയ്യപ്പന്റെ തൊലിക്കെട്ടി കൊണ്ടു പോകാമല്ലോ. അത് നിയമസഭയിലല്ലേ? ദശപുഷ്പങ്ങളുടെ ഉപയോഗം ഏകൌഷധമായും യോഗൌഷധമായും പനിക്ക് ബന്ധപ്പെടുത്തിയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ആയുർവേദ ചികിത്സാ രംഗം ആധുനിക കാലത്ത് പനിയിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമാവുകയുണ്ടായി. പനിക്ക് ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ വളരെ വളരെ കുറഞ്ഞു. കാരണം പനിയാണ് സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു രോഗം. എന്തു വരുമ്പോഴും പനി ലക്ഷണമായുണ്ടാവും. ആ പനി ലക്ഷണം കാണുമ്പോൾ ശ്രദ്ധാപൂർവം ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകും. പനി ആരംഭിക്കുമ്പോൾ വേണ്ടതുപോലെ ചികിത്സിച്ചാൽ പല രോഗങ്ങളെയും ഭാവിയിൽ തടയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കോശങ്ങളെയും മജ്ജയെയും ഒക്കെ ബാധിക്കുന്ന അവസ്ഥകളാണ്. കുട്ടിക്കാലത്ത് വരുന്ന പനിക്ക് അത്യധികമായി കഴിക്കുന്ന ഔഷധങ്ങൾ, പനി വരുമ്പോൾ അച്ഛനമ്മമാർ കാണിക്കുന്ന ഉത്കണ്ഠ, അനാവശ്യമായി കഴിച്ചു കൂട്ടുന്ന ഔഷധങ്ങൾ ആധുനിക കേരളീയ ജീവിതത്തിൽ അനേകം ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ജ്വരചികിത്സയിൽ നിന്നാണ് പലപ്പോഴും ലിവർ, പാൻക്രിയാസ്, ഹാർട്ട് ഇവയൊക്കെ ബാധിക്കുന്ന അനേക രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളെല്ലാം ആമവാദം, SLE പോലുള്ള രോഗങ്ങളെല്ലാം ഇതിൻ്റെ പരിണാമമാണ്. അതുകൊണ്ട് പഴയ ആചാര്യന്മാർ ജ്വരം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗവും എന്നൊരർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സയുടെ ആരംഭ ചികിത്സയായി ജ്വരത്തെയും ജ്വരനിദാനത്തെയും ജ്വരചികിത്സയെയും എല്ലാം എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ജ്വരത്തിനാണ്. ആധുനിക വിദ്യാഭ്യാസം നേടിയ കേരളീയന് ഔപചാരികമായ അറിവിനേക്കാളേറെ അവൻ്റെ ഉള്ളിൽ കടന്നു ചെല്ലുന്ന അനൗപചാരികമായ അറിവായതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ സാഹിത്യം
കേരളീയന്റെ മസ്തിഷ്കത്തെ വളരെയധികം പ്രക്ഷാളനം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ നോവലിസ്റ്റുകൾ പല നോവലുകളിലും ജ്വരം കൊണ്ട് ശരിയായ ആധുനിക ചികിത്സ ചെയ്യാതെ മരിച്ചുപോയ കഥാപാത്രങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്. അത് കേരളീയന്റെ മസ്തിഷ്കത്തെ മാറ്റിമറിച്ചതിൻ്റെ ഫലമായിരുന്നു ആയുർവേദത്തിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്കുള്ള പരിണാമം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിലൊന്നാമൻ പൊറ്റക്കാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്.കെ. പൊറ്റക്കാടാണെന്നാണ്. പ്രായം ചെന്നവർ വായിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. ഇല്ല, മിക്കവാറും പനിയുണ്ട്. പൊറ്റക്കാടിന് പനിയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആ കാലഘട്ടത്തിലാണ് വായനാശീലം വളർത്തുന്നതിന് വേണ്ടി കേരളമുടനീളം ലൈബ്രറികളുണ്ടായത്. അവിടെ പോയിരുന്ന് വായിക്കുന്നത് ഒരു രസമാകൊണ്ട് മിക്കവാറും ലൈബ്രറികളിൽ മനുഷ്യൻ്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളല്ല പലതും വാങ്ങിച്ചു. കാശ് കൊടുത്താരും വാങ്ങിക്കില്ലാത്ത പുസ്തകങ്ങൾ പൊതുഖജനാവിൽ നിന്ന് വാങ്ങി സാഹിത്യകാരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു സൂത്രപ്പണിയായിരുന്നു അന്നിത് എന്ന് നോക്കിയാൽ അറിയാം. കാരണം കാലാതീതമായി അതൊന്നും നിലനിന്നില്ല. അതാണ് അതിൻ്റെ തെളിവ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിരോധമുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ ഒന്നോ രണ്ടോ എഡിഷൻ കഴിഞ്ഞ് പിന്നെ നിന്നിട്ടില്ല. കാരണം ജനങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. മാത്യുമറ്റത്തെ പോലെ മനോരമ ആഴ്ചപ്പതിപ്പിലോ മനോരാജ്യം ആഴ്ചപ്പതിപ്പിലോ എഴുതിയ നീണ്ട കഥകൾ വായിച്ചു വലിച്ചെറിഞ്ഞതിനപ്പുറം ഇവർക്കും വലിയ വലിയ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നത് അവയൊന്നും പിന്നീടുള്ള തലമുറ വായിക്കുന്നതായി കാണുന്നില്ല. Am I right? 2, അവരിരുന്ന കാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ സെക്കൻഡ് പേപ്പറായോ അല്ലാതെയോ ഭരണാധികാരികളുടെ ഒത്താശയോടെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് എന്നതിനപ്പുറം പിന്നീടൊരു വായനയ്ക്ക് കൊള്ളില്ല. അന്നും വായിക്കാൻ ബോറടിക്കുമെന്നുള്ളത് കൊണ്ട് ഗൈഡ് വായിച്ചാണ് പലപ്പോഴും പിള്ളേർ പരീക്ഷ എഴുതിയത്. ഇത്രയൊക്കെയാണ് എൻ്റെ ധാരണ. നിങ്ങളുടെ ധാരണ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്നോ എനിക്കറിയില്ല. അപ്പോൾ അതിലൊക്കെ പ്രാചീനമായ അറിവുകളിലെ നല്ലതിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. മന്ത്രവാദത്തെയോ ഗൂഢപത്രത്തെയോ ഒക്കെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു പത്രമെടുത്താൽ അതിലെ പരസ്യം തന്നെ മാന്ത്രിക ഏലസും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്. മനസ്സിലാവുമോ എന്നറിയില്ല. പുരോഗമനക്കാരും എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അത്തരം തട്ടിപ്പ് സംഘങ്ങളെയാണ്. ആ തട്ടിപ്പ് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ അപകടം വരുമ്പോൾ വലുതായി എഴുതുകയും ചെയ്ത് പ്രാചീനമായ നന്മകളെ ഉന്നം വയ്ക്കുവാൻ അനുകൂലികളും പ്രതികൂലികളും മത്സരിച്ചു മുന്നേറിയിട്ടുണ്ട്.
മാധ്യമങ്ങളും മതാനുകൂലികളും മതവിരോധികളും ചേർന്നാണ് പലപ്പോഴും കപടസിദ്ധ പുരുഷന്മാരെ വളർത്തിക്കൊണ്ടുവരിക. ഒരു ഭാഗത്ത് അവരെ സൈഡ് ചെയ്യുകയും വളർത്തിക്കൊണ്ടുവരികയും ഗ്രൂപ്പും വഴക്കും ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരത്തിൽ അവരെ ഉന്നം വയ്ക്കുകയും അവരെ തേജോവധവും ചിത്രവധവും ചെയ്യുകയും തദ്വാര മൗലിക മൂല്യങ്ങളും ഇങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവയുടെ വളർച്ച തടഞ്ഞിട്ടുള്ളത്. ഭാരതീയ ദർശനത്തിലെ നല്ലത് പ്രചരിക്കുവാനോ നല്ലത് പറയുന്നത് ഉൾക്കൊള്ളുവാനോ ജനങ്ങൾ തയ്യാറാകരുത് എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണാധികാരികളും മാധ്യമങ്ങളും പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ജ്വരത്തിന് ഇത്രയധികം ഔഷധങ്ങൾ ആയുർവേദത്തിൽ ഉണ്ടായിരിക്കെ ജ്വരത്തിന് ഔഷധമില്ല എന്നൊരു തലത്തിലേക്ക് ജനങ്ങൾ മാത്രമല്ല ആയുർവേദ ഭിഷഗ്വരന്മാർ പോലും എത്തിയിട്ടുണ്ട്. ഇത്രയധികം ആയുർവേദ ഔഷധങ്ങളുള്ള ജ്വരത്തിന് ഇത്രയധികം ആയുർവേദ ഔഷധങ്ങളുള്ള നിലയിൽ ഒരു ആയുർവേദ ഭിഷഗ്വരന്റെ വീട്ടിലൊരു പനി വന്നാൽ പലപ്പോഴും ഇതിലൊന്നുപോലും ഉപയോഗിക്കില്ല. അതിന് കാരണം ഈ അവബോധമാണ്. രണ്ട് പനിയുമായൊരു ആയുർവേദ ഭിഷഗ്വരനെ കാണിച്ചാൽ പനിയല്ലേ, അത് ആയുർവേദത്തിൽ നോക്കണ്ട കേട്ടോ, നോക്കുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഭയമാണ് പനിയെ ചികിത്സിക്കാൻ. പനിയെ വർഗീകരിക്കുകയും പനിയിൽ നിന്ന് എന്തെല്ലാം രോഗമുണ്ടാകാം, അതിൽ പ്രത്യേകിച്ച് സന്നിപാതജമായിരിക്കുന്ന പനി, സന്നിപാതജ്വരം, വളരെ അപകടകാരിയായൊരു പനിയാണ്. ആധുനിക കാലത്ത് കാണുന്ന അനേകം രോഗങ്ങൾ, ഒന്നോ രണ്ടോ രോഗങ്ങളല്ല, ലുക്കീമിയ, പലതരം AML, CML എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ALL, ഇതിലൊക്കെ സന്നിപാത ജ്വരപരിണാമം കാണാം. സന്നിപാത ഉപദ്രവം, ജ്വര ഉപദ്രവം. ഈ പേരുകളിലെല്ലാം ആയുർവേദത്തിൽ കാണുക. സന്നിപാത ജ്വരം വന്ന് പ്രോപ്പറായി ചികിത്സിച്ചില്ലെങ്കിൽ പ്ലീഹയെയാണ് ബാധിക്കുക. പ്ലീഹോദരം, സ്പ്ലീൻ സ്ലറോസിസ്. അത് ആ സിറോസിസ് വളരെ അപകടകരമായി ബാധിക്കാറുണ്ട്. അത് ആ പൊക്കിളിന്റെ ഭാഗത്ത് വിരൽ വെച്ച് നോക്കിയാൽ അറിയാം, പ്ലീഹ ചൂണ്ടി നിൽക്കുന്ന കാണാം. സന്നിപാതജ്വര ഉപദ്രവമായി ചെവിക്ക് താഴെ മുഴയുണ്ടാകുന്ന കാണാം. അപച്ചി,
എന്നാണ് ആയുർവേദത്തിൽ പറയുക. അപചിയും പ്ലീഹോദരവും ആയുർവേദത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ലുക്കീമിയയിൽ ഈ ലക്ഷണങ്ങളാണ് മുഖ്യമായി നിൽക്കുക. കണ്ഠത്തെയാണ് പനി കൂടുതലായി ബാധിക്കുക. ഒച്ചയടപ്പ് തുടങ്ങിയവയൊക്കെ അതിനെ തുടർന്നുണ്ടാവും. ചിലപ്പോൾ അത് സ്പീക്ക് സെന്ററിനെ ബാധിക്കും. കണ്ഠരോഹിണി, കണ്ഠമാല, ഗളഗണ്ഡം, മേധോഗണ്ഡം, അങ്ങനെ അനേക വിഭാഗങ്ങൾ ആയുർവേദത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതൊക്കെ ജ്വരത്തിൻ്റെ പരിണാമമാണ്. യകൃത്ത് ലിവറിനെയും അഗ്നിയാശയം പാൻക്രിയാസിനെയും ബാധിക്കാം. അതൊക്കെ കരുതി വേണം സമർത്ഥനായ ഭിഷഗ്വരൻ ജ്വരത്തിന് ഔഷധം കൊടുക്കാനെന്ന് പ്രാചീനർ ശഠിച്ചു. അതുകൊണ്ട് ജ്വരത്തിന് ഭിഷഗ്വരന്മാരെ സമീപിക്കുന്നതിനേക്കാളേറെ ഒരു ജനകീയ ഔഷധ നയവും ജനകീയ വൈദ്യനയവും ഉണ്ടാകണമെന്ന് ആയുർവേദത്തിന് നിർബന്ധമുണ്ടായി. അതുകൊണ്ടാണത് അമ്മമാരിലൂടെ വളരാനിടയായത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ തലമുറ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. എങ്ങനെയൊക്കെ കേശാലങ്കാരം ചെയ്യാം, എത്രത്തോളം വസ്ത്രം കുറച്ചും കൂട്ടിയും അന്യരെ ആകർഷിക്കാം, എങ്ങനെ വസ്ത്രാലങ്കാരാദികളിലൂടെ പണം സമ്പാദിക്കാം, ഇതൊക്കെ ഈ ആധുനിക സ്ത്രീകളുടെ സങ്കല്പങ്ങൾ. എങ്ങനെ കുടുംബം പോറ്റാം, എങ്ങനെ തൻ്റെ കുട്ടികൾക്കും ഭർത്താവിനും തനിക്കും രോഗമില്ലാതെ ദീർഘകാലം ജീവിക്കാം, എങ്ങനെ തൻ്റെ ഏവംവിധമായ അറിവ് സമൂഹത്തിലേക്ക് വളർത്താം, അങ്ങനെയുള്ള കുടുംബിനികളുടെ എണ്ണവും കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. ഔഷധ സങ്കല്പങ്ങൾ പ്രാചീനൻ്റേത് ജനകീയമായിരുന്നത് കൊണ്ട് അതിന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് കുറെയെങ്കിലും. ഭരണകൂടങ്ങളുടെ ചെലവിലോ മാധ്യമങ്ങളുടെ ചെലവിലോ നിലനിൽക്കുന്നതോ ഒക്കെയും അസ്തമിക്കാൻ അധികം നേരം വേണ്ട എന്നുള്ളത് വസ്തുതയാണ്. ആയുർവേദത്തിന് ഏറ്റവും പ്രചാരം കുറഞ്ഞ ഒരു കാലഘട്ടം മുഗൾ ഭരണത്തിന്റെ ആരംഭകാലത്താണ്. ബാബറിന്റെയും ഹുമയൂണിന്റെയും കാലഘട്ടത്തിൽ. തുടർന്ന് ആയുർവേദം ശാസ്ത്രീയമായൊരു വികാസത്തിന് ആക്കം കൂട്ടിയത് അക്ബറിന്റെ കാലത്താണ്. അക്ബറിന്റെ കാലത്താണ് മാധവന്റെ ഗുണചന്ദ്രികയെ ആസ്പദമാക്കിക്കൊണ്ട് എന്ന് പറയാവുന്ന ചോഡർ
മല്ലന്റെ തുടരാനന്ദമെന്ന പ്രസിദ്ധമായ ആയുർവേദ ഗ്രന്ഥം തന്നെ രംഗപ്രവേശം ചെയ്തു. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയില്ല. അക്ബറിന്റെ മന്ത്രിമാരിൽ പ്രമുഖനായിരുന്നു ഈ മല്ലൻ. ആയുർവേദ സൗഖ്യത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതികൾ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. താളിയോലകളിൽ എണ്ണമറ്റതാണ്. ഒരു നിഘണ്ടു അങ്ങനെ പറയുന്ന അല്ല ശരി, ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. ആയുർവേദത്തിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ. ഔഷധങ്ങളെക്കുറിച്ച്, ഔഷധ കൽപ്പനകളെക്കുറിച്ച്, അതിൽ സസ്യൌഷധങ്ങളെക്കുറിച്ച്, ലോഹ ഔഷധങ്ങളെക്കുറിച്ച് ഒക്കെ പ്രത്യേകം ഔഷധ കൽപ്പനകളെക്കുറിച്ചെന്ന് പറയുമ്പോൾ മദ്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ഒക്കെ വളരെ അതെ വസ്തുതാപരമായി രചിച്ചിട്ടുള്ളൊരു കൃതിയാണ്. ആയുർവേദത്തിൻ്റെ കനത്ത സംഭാവനകളിൽ ഒന്നാണ് ആ കാലഘട്ടത്തിലത്. അതുപോലൊരു അപജയമാണ് ജനാധിപത്യത്തിന് ശേഷം വന്നിരിക്കുന്നത്. ബുദ്ധമതത്തിന്റെ ആവിർഭാവ ഘട്ടത്തിലും ആയുർവേദത്തിന് ആദ്യമൊരു തിരിച്ചടി സർജറിയെ പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ബുദ്ധമത പണ്ഡിതന്മാർ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ എന്ന് ആയുർവേദം ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്ന പല രോഗങ്ങളെയും ഔഷധങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇന്നും പണ്ഡിതന്മാരായ ആയുർവേദ ഭിഷഗ്വരന്മാർ പഴയത് വായിച്ചിട്ട് ശസ്ത്രക്രിയാസാധ്യം, ഔഷധങ്ങളാൽ അസാധ്യം എന്ന് പറഞ്ഞ് പലതും ശസ്ത്രക്രിയയിലേക്ക് റഫർ ചെയ്യുന്നു. അത് ആ കാലഘട്ടത്തിലുണ്ടായ ഗ്രന്ഥങ്ങളെ പരിശോധിക്കാത്തതുകൊണ്ടാണ്. ഇവിടെയൊക്കെ അതിനെ ജനകീയമായി വളർത്തിയെടുക്കുന്നതിന് അത്യധികമായ ശ്രമം പ്രാചീനരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ജ്വരം ശ്രദ്ധിച്ച് ചികിത്സിക്കേണ്ട ഒന്നാണെന്നും തൽക്കാലം ജ്വരം ശമിച്ചാൽ പോരെന്നും ധരിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മളീ പറഞ്ഞ ഔഷധങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ളതായിത്തീരുന്നത്. വളരെ കുറച്ചുണ്ടാക്കിയാൽ, അതും വീടുകളിൽ ഉണ്ടാക്കിയാൽ, അവനവന് വേണ്ടി ഉണ്ടാക്കിയാൽ മായം ചേർക്കുകയല്ലോ. മനസ്സിലായില്ല? കുറച്ച് കഴിഞ്ഞ് അയൽവക്കംകാരന് കൊടുത്ത് 10 പേര് വരാൻ തുടങ്ങിയാൽ മായം ഉണ്ടാവും.
കാരണം മനസ്സങ്ങനെയാണ്. മനസ്സിന് ധനം, സ്ത്രീക്ക് പുരുഷൻ എന്ന് ഓർത്തണം. പുരുഷന്റെ കാര്യം പറയുമ്പോഴാണ് സ്ത്രീ എന്ന് പറയുന്നത്. ധനം, സ്ത്രീ, പ്രശസ്തി, ഈ മൂന്നെണ്ണത്തിനോട് ആവേശമുണ്ടാവുക സ്വാഭാവികമാണ്. ഇത് മൂന്നുമാണ് ലോക നിലനിൽപ്പിന്റെ ആധാരഭൂതങ്ങളായ വസ്തുക്കളെന്ന് പൊതുവെ അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആകർഷണീയങ്ങളായ ഇവയ്ക്ക് വേണ്ടി പലതും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് മായവും മണ്ണാങ്കട്ടയൊക്കെ വരുന്നത്. അതൊരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ വിദ്യാഭ്യാസത്തിലൂടെയാണ് മാറേണ്ടത്. അല്ലാതെ ഒരു തരത്തിലും മാറില്ല. നല്ല വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ എവിടെ ചെന്നാലും രാവിലെ പറഞ്ഞ പോലാണ്. കാരണം രാവിലെ നിങ്ങളോടെല്ലാം പറഞ്ഞതെന്ന് വിട്ടു കഴിഞ്ഞപ്പം നിങ്ങളിൽ ചിലർ മാറിയിരുന്ന് ആലോചിച്ചത് ഒരു ഉപകാരം ആയിക്കോട്ടെ സ്വാമിയാർക്ക് എന്ന് വിചാരിച്ചാണ് ഞങ്ങളിതൊക്കെ പറഞ്ഞത്. അതുപോലും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഗുണം പിടിക്കാനുള്ളവനല്ല എന്നാണ് കാപ്പി കഴിഞ്ഞ് ചർച്ച ഉണ്ടായതെന്നാണ് ഞാൻ കേട്ടത്. നമ്മൾ 10 രൂപയൊക്കെ കിട്ടുന്ന കിട്ടിക്കോട്ടെ, ഇനി അയക്ക് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, കാരണം വേണ്ടവർക്കാർക്കെങ്കിലും കൊടുത്തോട്ടെ. അതും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്ല, ചുമ്മാതല്ല ഇയാളുടെ പുറകെ ആരും കൂടാത്തത്, നമ്മൾ എത്ര ശ്രമിച്ചാലും എന്ന് പറഞ്ഞു എന്നാണ് പരദൂഷണ വിദഗ്ധന്മാർ പറഞ്ഞത്. അപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാം ആയില്ലേ? ഒന്നും ഞാൻ വിട്ടുപോയില്ലല്ലോ. നമ്മുടെ മര്യാദ കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, ആരാധന കൊണ്ട്, കാരണം കേരളത്തിൽ വളരെയേറെ ഉയരങ്ങളിൽ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, ഇത്രയൊന്നും പറ്റാത്ത ആളുകൾ ഉയർന്നു നിൽക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഉയർത്തി മോളിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നമ്മൾ അഹോരാത്രം പണിയെടുത്തിട്ട് നമുക്കിട്ടാണ് പാര എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞ പരദൂഷണ വിദഗ്ധന്മാരെ അവകാശപ്പെടുന്നത്. പറഞ്ഞു. അപ്പൊ അത് കാരണം മനുഷ്യനെല്ലാം രോമാഞ്ചമുണ്ടാകുന്ന ഒരു വസ്തുവാണ് ധനം. അത് അവസരം കിട്ടിയാൽ എല്ലാവരും മോഷ്ടിക്കും. ആരും അതിൽ അന്യരല്ല. ആദർശപരമായി വിചാരിക്കും മോഷ്ടിക്കരുത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു 10 പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ അത് കളയാൻ പാടില്ല. അതിന് പല ന്യായങ്ങളുണ്ടാവും. ന്യായങ്ങൾ അവനവന് പറ്റിയതാണ്. അവിടെയാണ് മനസ്സ് അറിവിൽ നിന്ന് വിഷയങ്ങളിലേക്ക് മാറുന്നത്. ചിലരത് വളരെ സൂക്ഷിക്കും. അറിവിനെ തടയുന്ന ഏഷണാത്രയങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചു നിർത്തുവാൻ ചിലർക്ക് ഭാഗ്യമുണ്ടാവും. അതിൻ്റെ പദം ഭാഗ്യം എന്ന് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം സ്വന്തം കഴിവൊന്നുമല്ല. കഴിവാണെന്ന് വിചാരിക്കുമ്പോൾ അടുത്തതിൽ വീഴും ചിലപ്പോൾ. അതുകൊണ്ട് പ്രാചീനർ ഇത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പരമാവധി
എല്ലാത്തിലും തന്നെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മായവും മണ്ണാങ്കട്ടയൊന്നും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ കുറച്ചുണ്ടാക്കി വെച്ച് അത്യാവശ്യം തനിക്ക് വേണ്ടി ഉപയോഗിക്കുക, അത്യാവശ്യം അടുത്തുള്ളവർക്ക് കൊടുക്കുക. കൊടുത്ത് കുറച്ചാകുമ്പോൾ എല്ലാവരും വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ സംഗതിയൊക്കെ മാറാനിടയുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ. അടുത്തത് ജീരകം, ചുക്ക്, മുളക്, തിപ്പലി, അത് പറഞ്ഞതാ. കുരുമുളക്. മുളകെന്ന് പറഞ്ഞാൽ കുരുമുളകേ ഉള്ളൂ, മറ്റത് വെളിയിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഉപയോഗിച്ചിരുന്നത് കുരുമുളക് മാത്രമാണ്. അത് അറബികളാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച് യൂറോപ്പിൽ എത്തിച്ചിരുന്നത്. കുരുമുളകും ഏലക്കായും ഗ്രാമ്പൂവും ഒക്കെ ഇന്ത്യയിൽ നിന്ന്, ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇന്ത്യയിലെ കുരുമുളകും ഇന്ത്യയിലെ ഏലക്കായും ഒക്കെ പ്രത്യേകം വിലപിടിപ്പുള്ളവയാണ്. കശുവണ്ടി ആയാലും അല്ല, അത് ഇന്ത്യയിൽ നിന്നാണ് വാങ്ങി അറബികൾ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചിരുന്നത്. അറബികളാണ് ഇന്ത്യയുമായി കച്ചവടം നടത്തിയിരുന്നത്. ഇന്ത്യക്ക് അറബി രാജ്യങ്ങളുമായി വലിയ ബന്ധമുണ്ടായി. ഇന്ത്യക്ക് റോമാ സാമ്രാജ്യവുമായി വലിയ ബന്ധമുണ്ടായി. റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിൽ എത്തി ഇന്ത്യയിൽ നിന്ന് ധാരാളം വസ്തുവകകൾ കൊണ്ടുപോയിരുന്നു. പ്രത്യേകിച്ച് പട്ടണം, വളപട്ടണം, മുസരീസ്, കൊടുങ്ങല്ലൂർ, ഇവിടുന്നല്ല. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലാണ് അനേകം കരകൗശല വിദ്യകൾ ഉണ്ടായിരുന്നത്. അന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മൺകലങ്ങളും മറ്റും സ്വർണവും വെള്ളിയും മണ്ണിനോടൊപ്പം അരച്ചു ചുട്ടതായിരുന്നു. അവയുടെ അവശിഷ്ടങ്ങൾ ഇന്നെടുത്ത് പരിശോധിച്ചാൽ അവയെല്ലാം നാനോ തലത്തിലാണെന്ന് കാണാം. ആ പരീക്ഷണങ്ങൾ യൂറോപ്പിൽ നടന്നതിൻ്റെ ഫലമായാണ് നാനോ വികാസത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചരിത്രത്തോട് ബന്ധമുള്ള പാശ്ചാത്യരായ ചില ഗവേഷകർ അടുത്ത കാലത്ത് മുസരീസിനെ തേടി എത്താനൊക്കെ ഇടയായതും അതിനെ അവലംബിച്ച് ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ വെച്ച് നടന്നതും ഒക്കെ. ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് അവരെഴുതിയ ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരറിവ് വന്നു പോകുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് അതിനെ എതിർക്കുകയും ആ സമ്മേളനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ട പരിപാടികൾ ഗവൺമെൻറ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തി നീങ്ങുകയും ചെയ്തുവെന്നാണ് കേട്ടുകേൾവി. അതൊക്കെ പിന്നെ നിങ്ങൾ അന്വേഷിക്കുക, വാസ്തവമാണോ അതോ അതിശയോക്തിയാണോ. കാരണം തങ്ങൾ എഴുതിയ ചരിത്രവും തങ്ങൾക്ക് കിട്ടിയ അവാർഡുകളുമൊക്കെ നാളെ തെറ്റാണെന്നൊരു തലമുറ ധരിക്കാതിരിക്കുന്നതിന് വേണ്ടി പിടിച്ചു നിർത്താൻ ബുദ്ധിജീവികൾക്കെന്നും നിലയുണ്ടാവും. അവരെഴുതി പിടിപ്പിച്ചപ്പോൾ അവരറിഞ്ഞില്ല ചരിത്രസ്തംഭങ്ങളിൽ നിന്ന് നാളെയുടെ ചരിത്രം വരുമ്പോൾ തങ്ങൾ വിസ്മൃതിയിൽപ്പെട്ടു പോകുമെന്ന്. ദീർഘകാലം ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് ചരിത്രാധ്യാപകന്മാരിലൂടെ തങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥി വർഗത്തെ പഠിപ്പിച്ച് നശിപ്പിച്ചതിൻ്റെ പ്രതികാരം അവരുടെ അടുത്ത തലമുറ തങ്ങളോട് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ തങ്ങളുടെ ശവപ്പറമ്പുകളിൽ നിന്ന് അസ്ഥി എടുത്ത് പൊടിച്ചു വരെ പ്രതികാരം തീർക്കുമെന്ന്
കരുതേണ്ടതായിരുന്നു. ശാസ്ത്രത്തിന്റെ വികാസത്തിൽ പലതും ആ നിലയിലാകാൻ തുടങ്ങിയപ്പോഴാണ് അതും പാശ്ചാത്യരാ നിലയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭാരതീയർ ഇതൊക്കെ തങ്ങളുടെ പൂർവികരുടെ ആണെന്ന് അഭിമാനിക്കാൻ തുടങ്ങിയത്. പഠിക്കാനല്ല തുടങ്ങിയിരിക്കുന്നത്. പഠിക്കുന്നതിന് അവരും എതിരാണ്. പഠിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുവാനും അവർ സദാ ജാഗരൂകരാണ്. കാരണം ഇതാരും പഠിക്കാതിരുന്നാൽ മാത്രമാണ് അഭിമാനം വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുക. പഠിച്ചാൽ ഇതിന്ന് പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പഠിക്കുമ്പോൾ വിനയമാണ് വരുന്നത്. അപ്പൂപ്പൻ പഠിച്ചതിൻ്റെ പേരിലുള്ള അഭിമാനം വിനയമുണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, അഹങ്കാരത്തെ ജനിപ്പിക്കുകയും ചെയ്യും. ശരിയാണോ എന്നൊക്കെ ആലോചിച്ചോ. ആ നിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് അറബികളാണ് ഇതെല്ലാം ഒരു വശത്തൂടെ കൊണ്ടുവരുന്നത്. അറേബ്യ, ഗ്രീസ്, റോം. ഇടത്തട്ടുകാരായ അവർ നേട്ടമുണ്ടാക്കുന്നു എന്ന് തോന്നിയിട്ടാണ് യൂറോപ്പ് ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണമായി വെച്ചത് ഇന്ത്യയിലേക്കുള്ള വഴിയാണ്. അറബികളെ കൂടാതുള്ളൊരു വഴി. അതിൻ്റെ അന്വേഷണത്തിൽ ഒരിക്കലാണ് കൊളംബസ് മറ്റൊരു രാജ്യത്തെത്തിച്ചേർന്നത്. ഇന്ത്യ മഹാരാജ്യം എന്നിന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഇന്ത്യ മാത്രമല്ല. സ്പെയിനും സ്പാർട്ടയും ഉൾപ്പെടെ വിസ്തൃതമായി കിടക്കുന്ന, ഇന്തോനേഷ്യയും ഫിലിപ്പൈൻസും ജപ്പാനും ചൈനയും ഒക്കെ ഉൾപ്പെടെ വിപുലമായി കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യമാണെന്ന് അതിലെ ദ്വീപ് വർണ്ണനകളും മറ്റുള്ളതുമൊക്കെ നിങ്ങൾ വായിച്ചാൽ, പ്രാചീന ഗ്രന്ഥങ്ങളിൽ വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. വിക്രമാദിത്യന്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഹിമാലയം അതിർത്തിയായി വരുന്നത്. അവിടെയാണ് കാളിദാസ വർണ്ണനയിൽ ഹിമവാന്റെയും മഹാസമുദ്രത്തിൻ്റെയും ഇടയിലുള്ള ഭൂവിഭാഗമായി ഇത് ചുരുങ്ങുന്നത്. ഏതാണ് കൊളംബസ് അവിടെ ചെന്ന് കാണുമ്പോൾ കണ്ട ജനങ്ങൾക്കും കിഴക്കിനോട് വളരെ ബന്ധമുണ്ടായിരുന്നു. കാരണം മഞ്ഞു മൂടുമ്പോൾ കിഴക്കും ഈ പടിഞ്ഞാറും തമ്മിൽ വളരെ ബന്ധമുണ്ടായിരുന്നു എന്ന് കാണാം. അത് ഗ്ലോബ് വെച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാവും. പരന്നു കിടക്കുന്നത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബോധ്യമായി എന്ന് വരില്ല. അതുകൂടാതെ അവിടുത്തെയും ഇവിടുത്തെയും ആദിമ നിവാസികളുടെ സംസ്കാരങ്ങൾ വെച്ച് നോക്കിയാലും ഇത് ബോധ്യമാവും. ആ അന്വേഷണത്തിൻ്റെ മറ്റൊരു പാതയിലാണ് വാസ്കോഡി ഗാമ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെത്തി ബ്രിട്ടനും പോർച്ചുഗലും എല്ലാം ഇന്ത്യയിൽ തങ്ങളുടെ താവളങ്ങൾ ഉറപ്പിച്ചത് ഇന്ത്യയിലെ അന്നത്തെ കരകൗശല വസ്തുക്കളും അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രകൃതി ഉൽപ്പന്നങ്ങളും കാരണമാണ്.
ലോകത്തിലെ പ്രമുഖ രാഷ്ട്രങ്ങൾ ഒരു രാജ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുക. പ്രമുഖ രാജ്യങ്ങൾ ഒരു രാജ്യവുമായി ബന്ധം പുലർത്താൻ ഇഷ്ടപ്പെടുക. വാർത്താ വിനിമയ രംഗങ്ങളൊന്നും ഇന്നത്തെ നിലയിലല്ലാത്ത കാലത്ത് ഇന്ത്യ എന്ന ഒരു ഉപഭൂഖണ്ഡത്തെ മാത്രം മുൻനിർത്തി ജലയാനങ്ങൾ ഉണ്ടാക്കി കടൽ മാർഗം ഇന്ത്യയിലെത്താൻ കരയിലൂടെ അനേക രാജ്യങ്ങളിലൂടെ കടന്നു പോരുമ്പോഴുള്ള എതിർപ്പ് തീർക്കുന്നതിന് വേണ്ടി കടൽ മാർഗം ഇന്ത്യയിലെത്തുവാൻ വരെ അന്വേഷണം നടത്തുക, വർഷങ്ങളോളം നടന്ന ഗവേഷണം നടത്തുക, കടൽ യാനങ്ങൾ ഉണ്ടാക്കുക, കടന്നു വരിക. അത്രയും ചെലവ് മുൻകൂട്ടി ചെലവാക്കണമെങ്കിൽ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ലാഭം എത്രയായിരിക്കുമെന്ന് പാശ്ചാത്യൻ്റെ ബുദ്ധിയിൽ എത്ര ഉയർന്ന് ചിന്തിച്ചിരുന്നു. അങ്ങനെ പാശ്ചാത്യൻ അവൻ്റെ നിലയിൽ ചിന്തിക്കണമെങ്കിൽ എത്ര സമ്പന്നമായിരുന്നിരിക്കണം ഇന്ത്യ. ഇത് മറന്നുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത് ഇന്ത്യ ദരിദ്ര രാജ്യമാണ്. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലുടനീളം നിങ്ങളുടെ രാജ്യം ദരിദ്രമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ മാത്രമേ ദരിദ്രന്മാരായ നിങ്ങളെ ദരിദ്രന്മാർക്ക് ഭരിക്കാൻ പറ്റുകയുള്ളൂ. ആശയദാരിദ്ര്യമുള്ള ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് നിങ്ങളുടെ മേൽ കുതിര കയറി ഭരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികർ പരമദരിദ്രരാണെന്ന് നിങ്ങളെ പഠിപ്പിച്ച് മാത്രമേ പറ്റുകയുള്ളൂ എന്നും അങ്ങനെ ആകുമ്പോൾ മാത്രമേ അവർക്ക് ആധുനിക പാശ്ചാത്യൻ്റെ കമ്മീഷൻ വാങ്ങിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നും അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു പോയിന്റിൽ നിന്ന്, അത് നിങ്ങൾ മറന്നു. കുരുമുളക് ചെവി ഉറങ്ങാം, ഉറങ്ങ്. കുരുമുളക് വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. ഈ കുരുമുളക് വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യക്കാർ കുരുമുളക് ഉപയോഗിച്ചാൽ കൊണ്ടുപോകാനുള്ള കുരുമുളകിൻ്റെ അളവ് കുറയും. മനസ്സിലായില്ല? അതിനവർ കണ്ടുപിടിച്ച സൂത്രപ്പണികളിൽ ഒന്നായിരുന്നു പറങ്കി. പറങ്കിയും കപ്പപ്പറുങ്കിയും. എൻ്റെ പേര് തന്നെ എങ്ങനെയാണ്. പറങ്കികളുടെ സംഭാവനയാണ് ആ രണ്ട് മുളക്. ചെറിയ മുളകിന് കപ്പപ്പറുങ്കി എന്ന് പറയും, കാന്താരി മുളക്. മറ്റേതിന് പറങ്കി മുളക് എന്ന് പറയും. കപ്പല് മുളകെന്നാണ് പറയാ. കപ്പമുളകെന്നല്ല, കപ്പല് മുളക്. തെക്കൻ ജില്ലകളിൽ അതിന് കപ്പൽ മുളകെന്ന് പറയും. മറ്റേ വടക്കൻ ജില്ലകളിൽ അതിന് പറങ്കി മുളകെന്ന് പറയും. പറങ്കി എന്ന് മാത്രം പറഞ്ഞാലും അത് തന്നെയാണ്. അതെ, അതിന് കപ്പപ്പറുങ്കി എന്ന് പറയും. കപ്പയോടൊപ്പം അരച്ച് കൂട്ടുന്നതെന്നുള്ള അർത്ഥത്തിലും അത് രണ്ടും അങ്ങനെ വന്നതാണ്. അതെ, കപ്പ രാജാവ് ദാരിദ്ര്യ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നല്ലതല്ല സാധനം കപ്പ. അത് പിന്നീട് പ്രയോഗം കൊണ്ടുവന്ന ഏതെങ്കിലും പേരാവും. അത് രണ്ടും, അതിൽ ആ മുളകിന് സി വളരെ കൂടുതലുണ്ട്, വൈറ്റമിൻ സി. അതെല്ലാ തരത്തിലും മോശമാണ് എന്ന് കരുതരുത്. ഈ പറഞ്ഞതുകൊണ്ട് കുരുമുളകിൻ്റെ ഗുണങ്ങളല്ല അതിനുള്ളത്.
ഒരു മുളകിന്, ഉണങ്ങിയ ചുവന്ന നിറത്തിലുള്ള ഒരു മുളകിന് ഏതാണ്ട് 10-20ഓളം ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അതിനകത്തുണ്ട്. ഉണങ്ങിയതിന് തന്നെയാണ്. അതൊന്നുമില്ലാന്ന് വിചാരിക്കില്ല, പല ഗുണങ്ങളും അതിനുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ മുളക് അപ്പാടെ അബദ്ധമാണ്, അതുകൊണ്ട് ഒന്നിനും മുളക് തൊട്ടേക്കരുത് എന്നൊന്നും വിചാരിക്കരുത്. പാൻക്രിയാസിനും ലിവറിനുമൊക്കെ കുറച്ച് മെച്ചപ്പെടുന്ന സാധനവുമാണ് അത്, അല്ലാന്ന് പറയാൻ മേല. ഉണ്ട്, പച്ചക്കുരുമുളകിൽ കൂടുതൽ. ഇത് പഴയകാലത്ത് പനിയൊക്കെ വന്നാൽ അതിൻ്റെ അരി കളഞ്ഞിട്ട് പൊട്ടിച്ചു കൊടുക്കും. അതിനൊരു ചൂടുണ്ട്, ഒരു ഉഷ്ണവീര്യമുണ്ട്, പനിയെ ശമിപ്പിക്കാൻ വളരെ ശക്തമാണ്. അതൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. ദഹനം കുറഞ്ഞു വന്നാൽ ചെറിയ അളവിൽ കഴിച്ചാൽ നല്ലതാണ്. വലിയ അളവിൽ കഴിക്കുമ്പോൾ രുചി നഷ്ടപ്പെടും എല്ലാത്തിൻ്റെയും. അതാണ് ഹോട്ടലുകാർ ചെയ്യുന്നത്. മറ്റുള്ളതിൻ്റെ എല്ലാം രുചി നഷ്ടപ്പെടുത്തി നാവിനെ എടുക്കുക എന്നുള്ളതാണ്. മദ്യത്തിൻ്റെയും ഗുണം അതാണ്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നാവിൻ്റെ രുചിയാണ് ആദ്യം പോകുന്നത്. വലിക്കുമ്പോഴും നാവിൻ്റെ രുചിയാണ് പോകുന്നത്. നാവിൻ്റെ രുചി പോയി കഴിഞ്ഞാൽ പിന്നീട് ആഹാരം കഴിക്കുന്നതെല്ലാം കുളമാവും. അതുകൊണ്ട് ഏതൊരാൾ വാ പൊളിക്കുമ്പോഴും വയറ് കേടാണെന്നുള്ളത് ഇന്ന് ആധുനികൻ അടുക്കലിരുന്ന് വാ പൊളിച്ചാൽ അടുക്ക നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 99% പേരുടെയും ഉദരം അപകടകരമായ വിധത്തിൽ രോഗാതുരമാണ്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ പല രോഗങ്ങളെയും നിയന്ത്രിക്കാനുണ്ട്. അപ്പൊ കുരുമുളക് ഇവിടുന്ന് ധാരാളമായി പോകുവാൻ ഈ രണ്ട് സാധനത്തിൻ്റെ ആഗമനം, അതിൽ ശീലമുണ്ടായപ്പോൾ കുരുമുളക് നമ്മുടെ ഭക്ഷണ വ്യവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി പുറത്തായി. ശരിയാണോ എന്ന് ആലോചിച്ചു. കുരുമുളകിൻ്റെ ചൂരും രുചിയും കേരളീയന് തീരെ പിടിക്കാതായി. മുളക് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന പാശ്ചാത്യൻ വില കൊടുത്തു വാങ്ങിക്കുന്നതായതുകൊണ്ടും തീപിടിച്ച വിലയായതുകൊണ്ടും വേവിച്ചു വെച്ച പദാർത്ഥങ്ങളോടൊപ്പം പൊടിച്ചരികി വെക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ല? ഇന്നും എന്നും ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നും നിങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും ചെന്നാൽ നിങ്ങൾ ഇവിടെ ഓടിക്കുന്ന പോലെ നിങ്ങളിൽ പലരും ഒറ്റയ്ക്ക് കാർ ഓടിച്ചിവിടെ വന്നിരിക്കുക. ശരിയല്ല. നിങ്ങളിൽ പലരും ഒറ്റയ്ക്ക് കാർ ഓടിച്ചാണ് നടക്കുന്നത്. യൂറോപ്പിൽ സമ്മതിക്കില്ല, പല രാജ്യങ്ങളിലും സമ്മതിക്കില്ല. 5 സീറ്റുള്ളൊരു വണ്ടിയിൽ 4 സീറ്റ് കാലിയായിട്ട് നിങ്ങളിൽ ഒരാൾ ഓടിച്ചാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. കാരണം നാച്ചുറൽ റിസോഴ്സ് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇന്ത്യ നിയമങ്ങളൊന്നും ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. നിങ്ങളതിനെ ഭാഗ്യമെന്ന് വിളിക്കും, ഞാനതിനെ ശാപമെന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ. നമ്മുടെ സമ്പന്നന്മാർക്ക് ഇതറിയുകയുമില്ല.
അടുത്ത തലമുറയ്ക്ക് അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടതാണ്. കല്യാണം, അടിയന്തരം മുതലായവയിൽ നാം വേസ്റ്റാക്കുന്ന ഭക്ഷണം മറ്റു രാജ്യങ്ങളിൽ അത് സമ്മതിക്കില്ല. ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ്. ഇന്ത്യയിൽ നിന്ന് ലക്ഷങ്ങൾ കൺവെർട്ട് ചെയ്ത് ആ രാജ്യത്തിൻ്റെ പണമാക്കി അവിടെ ചെന്ന് അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി തിന്നുമ്പോൾ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പാശ്ചാത്യർ ഭാരതീയനെ നോക്കി അത്ഭുതം കൂറാറുണ്ട്. കാരണം അവനെല്ലാം മേടിച്ചു വെച്ച് വേസ്റ്റ് ആക്കുന്നത്. ഫോറിനിൽ പോയി 10 രൂപയായിട്ട് വന്നാൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കയറി പ്രമുഖ ഹോട്ടലിൽ കയറിയാൽ 100 ഐറ്റം വാങ്ങിക്കും. ആവശ്യത്തിനല്ല, എല്ലാം അളിച്ച് പിടിച്ച് വെച്ച് ചിറങ്ങിപ്പോരും. കാശ് നിങ്ങളുടെയാണ്, അതിന് വേണ്ടുന്നതായ വിഭവം നിങ്ങളുടേതല്ല. ആ ധാരാളിത്തം നാളെ നിങ്ങളുടെ കുട്ടികൾ പട്ടിണി കിടക്കാനുള്ളതാണ്. ഈ ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ ബോധം ഇന്ന് തീരെ ഇല്ലാത്ത രാജ്യവും ഇന്ത്യയാണ്. ജനാധിപത്യവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് തന്ന പുരോഗതിയിലെ ഒന്നാമത്തതാണിത്. എല്ലാ വീട്ടിലും ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടാണ് വിളിച്ച കല്യാണത്തിനോ അടിയന്തരത്തിനോ പോകുന്നത്. അവിടെ ചെന്ന് ഉണ്ണാനിരിക്കുമ്പോൾ ഇവിടെ പാകം ചെയ്തത് മുഴുവൻ പോവുകയാണ്. വീട്ടിലെ അച്ഛനമ്മമാർ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം മുഴുവൻ പാകം ചെയ്ത് വച്ചിരിക്കുമ്പോഴാണ് മക്കൾ 6 മണിയാവുമ്പോൾ ഹോട്ടലിൽ പോകുന്നത്. ശരിയല്ല. പഠിപ്പുള്ള മക്കളുള്ള എല്ലാ വീട്ടിലും, എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ, മക്കൾ ഓരോരുത്തരും കാറെടുത്ത് ടൈം പാസ്, ജസ്റ്റ് ഫോർ എ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിലേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ഭക്ഷണമെല്ലാം മിച്ചമാണ്. അച്ഛനും അമ്മയ്ക്കും യാതൊരു വിഷമവുമില്ല, കാരണം ഇത് അവരെല്ലാം ഉണ്ടാക്കിയ വേലക്കാരികളാണ് ഉണ്ടാക്കിയത്. എന്നാൽ അത് മക്കൾ കഴിച്ചില്ലെന്നാ വേലക്കാരികൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ? അതുമില്ല. ഇതുണ്ടാക്കുന്ന ഗാർഹിക മാലിന്യങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ക്ഷുദ്ര ജന്തുക്കൾ, ജീവികൾ, അത് നിന്ന് വളരുന്ന നായ്ക്കളും മറ്റുള്ളതും ആധുനിക ജീവിതത്തെ ഇത്ര ദുസ്സഹമാക്കിയത് ഇച്ഛാശക്തിയില്ലാത്ത ഭരണാധികാരികളും താന്തോന്നിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളും വിദ്യാഭ്യാസമുള്ളവന്റെ വികല സ്വഭാവങ്ങളും കൊണ്ടാണ്. ഇതില്ലാതിരിക്കാൻ പ്രാചീനൻ ഓരോ സാധനത്തോടും തികഞ്ഞ അവധാനത സൂക്ഷിച്ചിരുന്നു. സമ്പത്തിന്റെ ആധിക്യത്തിൽ പോലും സ്വയം നിർമ്മിതമായൊരു ദാരിദ്ര്യം അവർ നിലനിർത്തിയിരുന്നു. ഇന്ത്യയുടെ ആധ്യാത്മികത
അതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തവുമായിരുന്നു. ലാളിത്യം ഏറ്റവും കൂടുതൽ നിലനിർത്തിയത് ഇന്ത്യൻ സന്യാസാശ്രമങ്ങളാണ്. രണ്ടാമത് ഇന്ത്യൻ പൗരോഹിത്യവും. ഒരു പക്ഷേ ചിലപ്പോൾ സന്യാസത്തെയും ഇന്ത്യൻ പൗരോഹിത്യം സ്വയം നിർമ്മിത ദാരിദ്ര്യത്തിൽ അതിക്രമിച്ചുവോ എന്ന് സംശയമുണ്ട്. ഇന്നും അതിൻ്റെ രജതരേഖകൾ നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം. മനസ്സിലായില്ല? രാവിലെ കുളിച്ച് ഈറനായ ഒരു തോർത്ത് മാത്രം ഉടുത്താണ് പൂജാരിയെ, ഇന്ത്യൻ പൂജാരിയെ നിങ്ങൾ കാണുന്നത്. പുരോഹിതൻ വേഷഭൂഷണങ്ങളാൽ അലങ്കൃതനല്ല. ഒരു വേഷപ്പകർച്ചയും കൊണ്ടല്ല അവൻ ആളുകളെ ആകർഷിക്കുന്നത്. ശരിയാണോ എന്ന് ആലോചിച്ചോ? ലോകത്തിലെ ഒരു മതത്തിൻ്റെയും പുരോഹിതന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത വിധം ലളിതമായിരുന്നു ഇന്ത്യൻ പൗരോഹിത്യം. മാതൃകാപരമായി ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തവർ ഏറ്റവും ലളിതമായ ആഹാരം കഴിക്കുകയും അങ്ങേയറ്റം ലളിതമായി അരോഗദൃഢഗാത്രരായിരിക്കുകയും ശുചിത്വം 100% പാലിക്കുകയും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ചെലവിലുമെല്ലാം തികഞ്ഞ ലാളിത്യം പുലർത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സന്യാസവും ഏതാണ്ട് അങ്ങനെയായിരുന്നു. ഇന്നത്തതല്ല പറയുന്നു. സെമറ്റിക് മതങ്ങളുടെ പൗരോഹിത്യത്തെ കണ്ട ഇന്ത്യൻ സന്യാസവും, ഇന്ത്യൻ പൗരോഹിത്യം അങ്ങനെ മാറിയിട്ടില്ലെങ്കിലും മാറി വരുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ. കാരണം പുരോഹിതന് പാൻറിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറി പൂജ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പഴയ തോർത്ത് മാറ്റി വലിയ കസവുള്ള മുണ്ടുമൊക്കെ ആക്കിയിട്ടുണ്ട്. ഇല്ല, കൂടാതെ കഴുത്തേലും കയ്യേലും ഒക്കെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒക്കെ ഉണ്ട്. വലിയ മാലയൊക്കെ കഴുത്തേലിട്ട് പൂജാരി വരുമ്പോൾ തൊഴാൻ പോകുന്നവനൊരു അഭിമാനമുണ്ട്. ഇപ്പം മറ്റേ ഈ ദാരിദ്ര്യവാസിയിലെടുക്കുന്ന ആരാ പ്രസാദം വാങ്ങിക്കും? തോർത്തു കൊടുത്തു വന്നിരിക്കുന്നവൻ. ഇവനോട് എങ്ങനെയാ പ്രസാദം വാങ്ങിക്കുന്നത്? ഇവൻ തന്നാലെങ്കിലും കഴിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് പോരാ എന്ന തോന്നലുണ്ടായി. അകത്ത് കുഷ്ഠരോഗി ഉള്ളി പൊളിച്ചതാണെങ്കിലും നമ്മൾ കാണുന്നില്ലല്ലോ. തലപ്പാവ് വെച്ചവൻ കൊണ്ടൊന്ന് വിളമ്പിത്തരുമ്പോൾ കഴിക്കാൻ ഒരു സുഖം. ശരിയല്ല? പെട്ടിക്കടയിലുള്ളവൻ നമ്മുടെ മുമ്പിൽ വെച്ചാണ് അരിയുന്നത്. അവൻ ഇന്നതൊക്കെ ചേർക്കുന്നുള്ളൂ എന്ന് നമ്മൾ നേരിട്ട് കണ്ടാലും അത് കഴിക്കാനൊരു അറപ്പുണ്ട്. ആമായിരായി അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിലൊന്നുണ്ട്. പാശ്ചാത്യരാകട്ടെ ഇന്ത്യൻ മോറൽസ് വളരെ കൂടുതൽ അനുകരിച്ചിട്ടുണ്ട്. വളരെ വളരെ കൂടുതൽ. അതിൻ്റെ ഭാഗമായി അവിടെയൊക്കെ വേസ്റ്റാക്കുന്നത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നും അത് വളരെ കൂടുതലാണ്. അവരതുകൊണ്ട് അവരുടെ കച്ചവട താല്പര്യത്തെ മുൻനിർത്തിയാണ് പല സാധനങ്ങളും തന്ന് ഇവിടുന്ന് പലതും കയറ്റിക്കൊണ്ടുപോകും. അങ്ങനെയാണ് കുരുമുളക് നമ്മളിൽ നിന്നകന്നത്. അതുകൊണ്ട് മുളക് എന്ന് ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയി വത്തൽ മുളകിട്ട് കഷായം വെക്കും. അതുകൊണ്ട് ചോദിച്ചത് നന്നായി. ചോദിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ പറ്റി.
ഇല്ലെങ്കിൽ ഇതിനൊരവസരം വേറെ ഞാൻ ഉണ്ടാക്കി. ഈ വിഷയവുമായി ബന്ധമില്ലാത്തതാണെങ്കിലും ബന്ധമില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രമല്ല, ഇത് എഴുതിയെടുക്കാൻ അല്ലാതെ വന്നവർക്ക് ബോറടിയും വേണം. കുറച്ചുപേർ ഈ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ സ്വാമിയുടെ ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചു. എന്നിട്ടിങ്ങനെ ഈ എഴുതുന്നത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിരുന്ന് ബോറടിച്ച് എഴുതുന്നവനെയും കൂടെ ശല്യപ്പെടുത്തും. അപ്പൊ പിന്നെ അതും മാറി കിട്ടും. എവിടെയാ പറഞ്ഞേ? ജീരകം, ചുക്ക, മുളക്, തിപ്പലി, തഴുതാമ വേര്, വിഷ്ണുക്രാന്തി, വരട്ടുമഞ്ഞൾ, മരമഞ്ഞത്തൊലി, മുളയില, കുറുന്തൊട്ടി വേര്, ദേവതാരം, അരത്ത, പുത്തരിച്ചുണ്ട വേര്, ദർഭവേര്, ആറ്റുദർഭവേര്, കടുക്കാത്തോട്, കടുകുരോഹിണി, കൊട്ടം, കരിഞ്ജീരകം, വെളുത്തുള്ളി, കാട്ടുതുളസി വേര്, ലന്തയില, ഇവ കഷായം വെച്ച് ലന്ത മുള്ളുള്ളൊരു ശരിയാണ്. ലന്തപ്പഴം പിള്ളേർ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ലന്തക്കുരു കൊണ്ട് കൂട്ടാനും ഉണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന കൊപ്പ് കൂട്ടി എന്നൊക്കെ. ആ കഷായം വെച്ച് വാൽമുളക് മേമ്പൊടി ചേർത്ത് സേവിക്കുക. തുള്ളൽ പനി മാറും. മലമ്പനി, തുള്ളൽ പനി ഒക്കെ മാറും. അടുത്തത് കാട്ടുതെത്താവില, വിഷ്ണുക്രാന്തി, കുരുമുളക്, പൂവാങ്കുറുന്തില, ഇവ നാരങ്ങാനീരിലരച്ച് ഗുളികയാക്കി വെച്ച് ചുമ്മാ ഇരിക്കുമ്പോ ഒരു കല്ലും എടുത്ത് വെച്ച് അരച്ചരച്ച് ഗുളിക ഉരുട്ടി വെക്കുക. ഇത്തരം പണിക്കൊക്കെ ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ മനസ്സ് ഏകാഗ്രമാവും. കുറച്ചാൾ വെക്കാം. 6 മാസം 1 കൊല്ലമൊക്കെ വെക്കുന്നതിന് ഒരു സംശയവും വേണ്ട. കൊമ്പ് ഡബ്ബയിലാണെങ്കിൽ അതിനും കൂടുതൽ.
ആവശ്യമുണ്ടെങ്കിൽ കിട്ടും. നിലവിലുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങളിൽ കിട്ടാൻ പ്രയാസമുള്ള കുറയുണ്ട്. അതൊന്ന് മരമഞ്ഞൾ കിട്ടാൻ കുറച്ച് പ്രയാസം, ഏതാണ്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. റെഡ് ബുക്കിലേക്ക് അധികം താമസിയാതെ കയറുമെന്ന് വിശ്വസിക്കാവുന്ന ഒരു സസ്യമാണ് മരമഞ്ഞൾ. അങ്ങനെ ചിലത് കിട്ടിയാൽ തന്നെ അത് ക്രോസ് വെറൈറ്റിയായി വന്ന ചില വള്ളിയിൽ നിന്നാണ് കിട്ടുന്നത്. അത് പൂർണ്ണമായും നല്ല വെറൈറ്റി അല്ല. അതൊക്കെ നാമാവശേഷമാകുന്നു. അതിനൊക്കെ പകരം മരുന്നുകൾ ഉപയോഗിച്ചും തുടങ്ങി. ഇന്ന് ഉപയോഗിക്കുന്നത് കുരങ്ങ് മൈലാഞ്ചി എന്നറിയപ്പെടുന്ന സാധനമാണ് മരമഞ്ഞളിന് പകരം കട്ട് ചെയ്ത് അങ്ങാടിക്കടകളിലിരിക്കുന്നത്. അധികവും അതെ, മരമഞ്ഞളല്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചില ഔഷധങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഇല്ലാന്നില്ല. മറ്റുള്ളതൊക്കെ ധാരാളമായി സുലഭമായി. താൻ ജോലി ചെയ്തിരുന്ന FACTയുടെ പറമ്പുകളിൽ ദശപുഷ്പങ്ങളെല്ലാം സമൃദ്ധമാണ്. ഈ സാധനമുണ്ട് ഇഷ്ടം പോലെ, വെള്ളയും നീലയും രണ്ടും. നീലയാണ് നമ്മളിവിടെ വിഷ്ണുക്രാന്തി എന്ന് പറയും. പലയിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ കാണണമെന്ന് വെച്ചാൽ ഒരു അല്പദൂരം നടന്നു നോക്കി കണ്ടില്ല, ആ സാധനം ഇല്ല, നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ വരുന്നൊരു പരിമിതി നമുക്കുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം തനിക്ക് മാത്രമൊന്നുമല്ല, അതിപ്പോൾ കിട്ടുകയല്ലോ. പിന്നെ ഇത് എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് വലിയ ഏറിയ ഈ സാധനം കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ആരോടും പറഞ്ഞു കൊടുക്കില്ല. സാധനം കിട്ടാനില്ല, പക്ഷേ ഞാൻ സംഘടിപ്പിച്ചു തരാം. എൻ്റെ കസ്റ്റഡിയിലൊന്നുമില്ല, കന്യാകുമാരിയിലൊരാൾ, അവിടുന്ന് ഞാൻ 2 ചോട് വരുന്നില്ല, പക്ഷെ ഒരു 50,000 രൂപയാവും. ഈ രീതിയിലുള്ളൊരു മൈൻഡ് ഇത് പഠിക്കാൻ തുടങ്ങിയവരിലെല്ലാം വർക്ക് ചെയ്യുന്നു. പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാനത് തെറ്റാണെന്നും ശരിയാണെന്നും പറയുന്നില്ല. കാരണം അങ്ങനെയെങ്കിലും മറ്റവൻ്റെ ആർക്കും പ്രയോജനമില്ലാത്ത 10 രൂപ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ എന്നുള്ളത് കൊണ്ട് അത് ശരിയില്ല. ഞാനതിനെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ദോഷവശമുണ്ട്. അതവനെ അനുഭവിക്കേണ്ടതാണ്. സ്വാമി സമ്മതം, ഞാൻ സമ്മതം തന്നില്ല. അതുകൊണ്ട് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് വളരെ നിങ്ങൾ അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ കൊണ്ടുപോകുന്ന ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ്. ഈ മൂന്നാമതൊരാൾ നിങ്ങൾക്ക് വിശ്വസ്തനായിക്കഴിഞ്ഞാൽ ആ മൂന്നാമനെ കൊണ്ട് പിന്നെ നിങ്ങൾ കാര്യം നടത്തൂല. അതാണ് ഇതിൻ്റെ അത് ഏറ്റവും വലിയ രസം. നിങ്ങൾ വേറൊരാളെ വിളിച്ച് ഒരു കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളും നിങ്ങളും ഒരു പാരസ്പര്യമുണ്ടായി എന്ന് തോന്നിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ അയാളെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കില്ല. വേറൊരു മൂന്നാമനെ നിങ്ങൾ അന്വേഷിക്കും.
നാലാമന്. എണ്ണം എനിക്ക് തെറ്റിയതാ. അത് ലോക സ്വഭാവമാണ്. അതിൻ്റെ കാരണം നിങ്ങളുടെ പൈസയൊക്കെ അങ്ങനെ ചെലവാക്കാൻ കൊള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് ഇതൊക്കെ കിട്ടാനുണ്ട്. മിക്കവാറും ഈ ഔഷധങ്ങളെല്ലാം തന്നെ കിട്ടുന്നതാണ്, സുലഭമാണ്. അതിനിടയ്ക്ക് നിങ്ങളുടെ ബുദ്ധി വൈഭവം പലതും കണ്ടെത്തിക്കൊണ്ടിരിക്കും. മാർക്കറ്റിലൊക്കെ നെല്ലിക്ക വരുന്നുണ്ട്. നിങ്ങൾക്ക് മേടിച്ചൊരു കിലോഗ്രാമോ 500 ഗ്രാമോ ചവനപ്രാശം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ ഔഷധങ്ങളെല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്ന മാർക്കറ്റിലുണ്ട്. പക്ഷെ നിങ്ങളും സോഷ്യൽ നെറ്റ്വർക്കിലെ ആളുകളും ഒക്കെ കോട്ടയ്ക്കൽ, കോയമ്പത്തൂർ, പിന്നെ ഡാബർ, നാഗാർജുന, ഇവരെല്ലാം എങ്ങനെയാണ് ചവനപ്രാശത്തിന് ഇത്രയധികം നെല്ലിക്ക ഉണ്ടാക്കുന്നതെന്ന് ഗവേഷണം ചെയ്തുകൊണ്ട് സമയം കളയും. അവരെങ്ങനെ വേണേൽ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ഇപ്പുറത്തത് ഉണ്ടാക്കാമല്ലോ. അതൊരാളും ചെയ്യില്ല. ഇതിനുള്ള നെല്ലിക്ക മുഴുവൻ എവിടുന്ന? എന്നിട്ട് ഒന്ന് ചോദിക്കും, നിങ്ങൾ ഈ ആയുർവേദം പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുന്നു ഇത്ര നെല്ലിക്ക എവിടുന്ന് കിട്ടും? ഞങ്ങളുടെ ജോലി ആ നെല്ലിക്ക അന്വേഷിക്കലല്ല. ഇവിടെ കിട്ടാനുണ്ട്, അത് മേടിച്ച് ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാൻ പലപ്പോഴും തയ്യാറല്ല. ഇതാണ് നമുക്ക് പറ്റുന്ന ആപത്ത്. അതുകൊണ്ടാണ് ഈ മുതലെടുപ്പുകളൊക്കെ നടക്കുന്നത്. ഇതിന് പറ്റിയ വിധമാണ് നിങ്ങളുടെ എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളും. വസ്തുതകളോട് സമീപിക്കുന്നതെല്ലാം സാങ്കല്പിക ലോകത്ത് നിന്നാണ്. ഒരു 5 മിനിറ്റ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ നിങ്ങളുടെ ഉറക്കം പോകും. മുഖം കഴുകിയിരിക്കാൻ